ചേലക്കര എന്ന ഒരു ചെറു ഗ്രാമം ഇപ്പോഴും നാടുവാഴികളും ഉത്സവവും കൊടിയേറ്റവും എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ നാട്ടിൻപുറം ഗ്രാമങ്ങളെല്ലാം പട്ടണങ്ങളാവുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ഗ്രാമീണത സൂക്ഷിക്കുന്ന പാലക്കാടൻ ഗ്രാമങ്ങളിൽ ഒന്ന്. ജനാധിപത്യം ഭരണകൂടമായിട്ടും ഇപ്പോഴും പണം കൊണ്ടും പദവി കൊണ്ടും ചേലക്കര ഗ്രാമത്തെ തന്നെ വിറപ്പിച്ചു നിർത്തുന്ന മേലേടത്ത് മന അഥവാ മന്നാടിയുടെ മന. മന്നാടിയാർ എന്നത് കേരളത്തിലെ പാലക്കാട്ട് പ്രദേശത്ത് പ്രധാനമായും കണ്ടുവരുന്ന ഒരു നായർ ജാതിയാണ്. അവർ പ്രധാനമായും ഭൂവുടമകളും കർഷകരുമായതും പാലക്കാട് രാജാവ് അവർക്ക് ഭൂമി പതിച്ചു നൽകിയതാണ് ഐതിഹ്യം. ഒരു കാലത്തെ ഫ്യൂഡൽ ജന്മികളെന്ന് തന്നെ വിശേഷിപ്പിക്കാം. മന്നാടിയാർ എന്നത് നാട്ടിന്റെയും രാജാവിന്റെയും സേവകനായാൾ എന്നും അതുവഴി ഒരു ശേഷിപ്പേര് ബഹുമാന പദവി എന്നുമായി ആണ് വിശേഷിപ്പിക്കുന്നത്. മന്നാടിയാരുടെ വാക്കായിരുന്നു അവിടുത്തെ അന്തിമ തീരുമാനം. മേലെടുത്ത് മനയിലെ കാർണവറായ വീരസിംഹ മന്നാടിയാരുടെ കാലശേഷം അയാളുടെ മൂത്ത പുത്രൻ ദേവരാജൻ മന്നാടിയാർ ഭരിച്ചിരുന്ന കാലം ദേവരാജന് സുന്ദരിയൊരു സുഭദ്ര എന്ന ഭാര്യയും അതിലൊരു ആൺതരിയും ഉണ്ടായിരുന്നു, കാർത്തികേയൻ. മേലെടുത്ത് മനയിൽ ദേവരാജന്റെ കുടുംബത്തിന്റെ കൂടെ തന്നെ ആണ് അയാളുടെ ഒരേയൊരു പെങ്ങൾ വസുമതി വിവാഹം കഴിഞ്ഞ് തന്റെ ഭർത്താവുമായ രാമനാഥന്റെ കൂടെ നിൽക്കുന്നത്. രാമനാഥനെ മേലെടുത്ത് മന ദത്തെടുത്തു എന്ന് തന്നെ പറയാം. വസുമതിയുടെ നൂൽപാവയായിരുന്നു അയാള്. ഇവർക്ക് രണ്ടു മക്കൾ, രുദ്രൻ, രുദ്ര. പിന്നുള്ളത് ദേവരാജന്റെ അനിയൻ രാംരാജ്, ഭാര്യ ശ്രീദേവി. ഇവർക്കുള്ളത് ഒരേയൊരു മകൾ അഭിരാമി. കുറച്ചു കാലം പിന്നോട്ട് പോവാം. ചേലക്കര ഗ്രാമത്തിൽ പുതിയ അതിഥികൾ വന്നെത്തിയ ദിനം ടൗണിൽ നിന്നും വന്ന ബസ്സിൽ ആ നാട്ടിൽ കാണാത്ത പുതിയ 4 മുഖങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഒരു സ്ത്രീയുടെയും അവിടെ തോൾ കിടന്ന 5 വയസ്സുള്ള കുഞ്ഞിന്റെയുമായിരുന്നു. എങ്കിൽ മറ്റൊന്ന് ഒരു കൗമാരക്കാരനും പൊടിക്കുഞ്ഞുമായിരുന്നു. മന്നാടിയാടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അതിഥികൾ. പൊടി മീശക്കാരനായ ചെറുപ്പക്കാരൻ തന്റെ കയ്യിൽ ഒരു മാലാഖയെ പോലെ ഉള്ളൊരു കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് ചുറ്റും നോക്കി ബസ് ഇറങ്ങി. എന്നാൽ ആ സ്ത്രീ തന്റെ ലക്ഷ്യം അറിയുന്ന പോലെ തന്നെ മുന്നോട്ട് മേലെടുത്ത് മന നോക്കി നടന്നു. ആ ചെറുപ്പക്കാരനെ എല്ലാരും കൗതുകത്തോടെ നോക്കി. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പുറത്തു തട്ടി അവൻ നേരെ കയറിയത് മുന്നിലുള്ള ചായക്കടയിലായിരുന്നു. നാട്ടിലെ അബ്ദുൽ ഹാജിയും ഭാര്യ ആമനയും ചേർന്ന് നടത്തുന്ന കടയുടെ മുന്നിലായി അവൻ കയറി. ഹാജിയാറും ഭാര്യയും പരസ്പരം നോക്കി. കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണം. ഇത്തിരി പാൽ തരുമോ എന്റെ അനിയത്തിക്ക് കുടിക്കാൻ? അവൻ വിറച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിൽ ആമിന വേഗം കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചെടുത്തു. അവിടെയുള്ള പാല് ചൂടകറ്റിക്കൊണ്ട് ആ കുഞ്ഞിപ്പെന്റെ വായിൽ ഇറ്റിച്ചു കൊടുത്തു. എനിക്കൊരു ജോലി തരുമോ? ഭക്ഷണം മാത്രം തന്നാ മതി. പിന്നെ എന്റെ അനിയത്തിക്ക് ഇത്തിരി പാൽ. ഞാൻ എന്ത് പണിയും ചെയ്തോളാം, അവൻ ചോദിച്ചു. ആ ദമ്പതികൾ പരസ്പരം നോക്കി ചിരിച്ചു. എന്താ എന്റെ പേര്? ഹാജി ചോദിച്ചു. ഗിരി, അവൻ പറഞ്ഞു. അനിയത്തിയുടേതോ? ആമിന ചോദിച്ചു. ഭാമ, അവൻ പറഞ്ഞു. അനക്ക് ജോലി തരാം, നിന്റെ അനിയത്തിയെ നോക്കാം പോരെ? ഹാജിയാർ അരിവോടെ അവന്റെ നെറുകയിൽ തലോടി പറഞ്ഞതും ഗിരി ചെറുതായി പുഞ്ചിരിച്ചു. അന്നു മുതൽ ഗിരിയും ഭാമയും ചേലക്കരയിൽ മന്നാടിയുടെ മണ്ണിൽ അതിഥികളായി എത്തി. നിർത്താതെയുള്ള മണിയടി കേട്ടാണ് ദേവരാജനും ഭാര്യ സുഭദ്രയും വാതിൽ തുറന്നത്. മുൻപിലിതാ ഒരു കുഞ്ഞും, മുഷിഞ്ഞ ഒരു ഉടുപ്പും കയ്യിലൊരു കുഞ്ഞുമുണ്ട്. മോളാണോ മണിയടിച്ചത്? ദേവരാജൻ വാത്സല്യത്തോടെ ചോദിച്ചു. അമ്മ, നിറഞ്ഞ കണ്ണുകളുടെ ആ പെൺകുഞ്ഞു പറഞ്ഞുകൊണ്ട് ആ കത്ത് അയാൾക്ക് നൽകി. കത്ത് വായിച്ച് ദേവരാജൻ ഞെട്ടിലോടെ നിലത്തേക്കിരുന്നു. സുഭദ്ര ആ കത്തെടുത്ത് വായിച്ചു. പ്രിയപ്പെട്ട ദേവേട്ട, ഒരിക്കലും പഴയ പ്രണയം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയിട്ടില്ല. നമ്മുടെ പ്രണയത്തിന്റെ അംശമാണ് ഈ മോൾ. ഇങ്ങനൊരു മോൾ ഉണ്ട് എന്ന് അങ്ങേ അറിയിക്കണമെന്ന് കരുതിയല്ല. ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമായിരിക്കാം വിവാഹിതനായ ഒരു പുരുഷനെ പ്രണയിച്ചത്. അതിന്റെ ഫലമായി ഞാനെന്ന് ഒരു അർബുദ രോഗിയാണ്. എനിക്കിനി ഈ ഭൂമിയിൽ അധികം നാളുകളില്ല. നമ്മുടെ മകളെ ഒറ്റയ്ക്കാക്കി പോകാൻ വയ്യ. അവളെ അനാഥയാക്കരുത്, കൂടെ കൂട്ടണം. ഒരച്ഛനെ സ്നേഹം നൽകണം. കാർത്തിയുടെ അനിയത്തിയായി സുഭദ്രയുടെ മകളായി അവളെ വളർത്തണം. എന്റെ ഹാജരെ, ഇവനീ പെണ്ണെ ഒഴിവാക്കി കാണും, കേൾക്കണോ? അവൾക്ക് ചാണകത്തിന്റെ മണം ഇഷ്ടമല്ലത്രേ. ഇപ്പൊ തന്നെ ഗിരി അവിടെ നിന്ന് പോയി. അതിനോട് ഒരു കൂട്ടം പോലും പറഞ്ഞില്ല. മര്യാദക്കില്ലാത്ത വരവായിപ്പോയി. പിന്നിലിരുന്ന് ഗിരിയുടെ കൂട്ടുകാരൻ സെയ്ദ് പറഞ്ഞു. ഗിരിയെ, ഇപ്പോഴത്തെ കുട്ടിക്ക് ഈ പെയ്യും ആടൊന്നും പിടിക്കില്ല. അപ്പോ അവർക്ക് ചാണകം പറ്റില്ലെന്നൊക്കെ പറയും. അതിന് നീ പെണ്ണെ തന്നെ വേണ്ടെന്ന് വെക്കോ? ഇതാണെങ്കിൽ ആ പെണ്ണിന്റെ ആദ്യത്തെ കെട്ടായിരുന്നു. ഇതിനു മുൻപ് വന്നതൊക്കെ 2ാം കെട്ടായിരുന്നു. ഹാജിയാർ വീണ്ടും പരാതി പറഞ്ഞു. ഗിരി ചിരിച്ചുകൊണ്ട് സ്റ്റിയറിംഗിൽ ശ്രദ്ധ കൊടുത്തു. അവന്റെ കറുത്ത രോമങ്ങൾ നിറഞ്ഞ കൈകൾ സ്റ്റിയറിംഗിൽ മനോഹരമായി തന്നെ താളമിട്ടു. ചിരിക്കണ്ട നീ,
ഹാജി ദേഷ്യത്തിലൊന്ന് ഒന്നുകൂടി പറഞ്ഞു. നിങ്ങളിങ്ങനെ ബേജാറാവല്ലേ ഹാജരെ. എനിക്കല്ലെങ്കിലും മണ്ണിന്റെയും ചാണകത്തിന്റെയും മണം പിടിക്കാത്ത പെണ്ണ് ചേരില്ല. എന്റെ ജീവിതമാർഗം തന്നെ കൃഷിയാണ്. പിന്നെ എന്റെ പാവം മിണ്ടാപ്രാണികളും അവരുടെ മണമെല്ലാം അറപ്പാണെന്ന് പറയുന്ന ഒരുത്തി ഞാൻ എങ്ങനെ കിട്ടി കുടുംബം നടത്താനാണ് ഗിരി പറഞ്ഞു. ഭാമകളോട് എന്തു പറയും സേതു ചോദിച്ചു. അവളോട് ഞാൻ പറഞ്ഞോളാം. അല്ലെങ്കിലും എനിക്ക് കെട്ടിപ്പൊറുക്കാനൊട്ടും താല്പര്യമില്ല. ആദ്യം എന്റെ കൊച്ചിനെ പഠിപ്പിച്ച് ഒന്ന് ജോലിക്കാരിയാക്കണം, എന്നിട്ട് കല്യാണം കഴിപ്പിക്കണം, എന്നിട്ട് മതി എനിക്ക്, ഗിരി പറഞ്ഞു. അപ്പോഴേക്കും നിന്റെ മൂക്കിൽ പല്ല് മുളയ്ക്കാം. എടാ, ആണുങ്ങൾക്ക് കെട്ടേണ്ട ഒരു സമയമുണ്ട്. നീ ഇനിയും വൈക്കൽ എങ്ങോട്ടാ? നിന്റെ പ്രായമുള്ള എനിക്കുണ്ട് 2 പിള്ളേര്. അവർ നിന്നെ മാമനെന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. നീ ഒന്ന് കെട്ടി കുടുംബമായിട്ട് വേണം നിന്റെ പിള്ളേരനെ സേതു മാമ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ, സേതു പറഞ്ഞു. ഗിരി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. മുഖം പതിവ് ഗൗരവത്തിൽ തന്നെയാക്കി. അപ്പോഴേക്കും ആ ടാക്സി കാർ ഓടിട്ട ഒറ്റനില മനോഹരമായ വീടിന്റെ മുന്നിൽ നിർത്തി. അവിടെ ഉമ്മർപ്പടിയിൽ അവനെയും കാത്തിരിക്കുന്നുണ്ട് അവന്റെ കുഞ്ഞിപ്പെങ്ങൾ, അവന്റെ ഭാമ. ഗിരി ഉമ്മർപ്പടിയിൽ തന്നെ കാത്തിരിക്കുന്നതിന്റെ കുഞ്ഞിപ്പെങ്ങളെ നോക്കി കൺചിമ്മി കാറിൽ നിന്നും ഇറങ്ങി. ഭാമയും സേതുവിന്റെ ഭാര്യയായ രമ്യയും എടുക്കൂടെ മുറ്റത്ത്. വണ്ടി നിർത്തി പുറത്തേക്കിറങ്ങിയ ഹാജിയാരെയും സേതുവിനെയും കണ്ടപ്പോൾ ഭാമ വേഗം ഹാജിയാടെ അടുത്തേക്ക് ചെന്നു. ചെറുപ്പം മുതലേ ഹാജിയാടെയും ഭാര്യ ആമിനിയുടെയും കൂടെ വളർന്നതുകൊണ്ട് അവിടെ പേരക്കുട്ടികൾ വിളിക്കുന്നത് പോലെ ഉപ്പുപ്പ എന്നും ഉമ്മുമ്മ എന്നുമാണ് ഭാമ വിളിച്ച് ശീലിച്ചത്. എന്തായി ഉപ്പ പോയിട്ട്? ഭാമ വെപ്രാളത്തോടെ ചോദിച്ചു. എന്താവാൻ, ഈ ഹമുക്കിന് പെണ്ണിനെ ഇഷ്ടായില്ല. പെണ്ണിന് ചാണകം പറ്റില്ല, മണ്ണിന്റെ മണം പറ്റില്ല. ഇതൊക്കെ ഒരു കാരണമാണ് ഈ പഹേന്, ഹാജിയ ദേഷ്യത്തിൽ പറഞ്ഞു. മാമ ചുണ്ടിച്ചുളക്കി ദേഷ്യത്തിൽ ഗിരിയുടെ മുഖത്തേക്ക് നോക്കി. ഗിരി അവളുടെ നേരെ കയ്യിലുള്ള മീൻപൊതി കൊടുത്തു. ലേശം മത്തിയാണ്, ചന്തയുടെ മുന്നിൽ കൂടെ പോയപ്പോ വാങ്ങിച്ചു. ഇന്ന് വൈകിട്ടത്തേക്ക് മത്തിക്കറി വെച്ചേക്ക്, ഗിരി ഗൗരവത്തിൽ പറഞ്ഞു. ഭാമ ഒന്നും മിണ്ടാതെ അവന്റെ കയ്യിൽ നിന്നും അത് വാങ്ങി ദേഷ്യത്തിനുള്ളിലേക്ക് കയറി. അപ്പോഴേക്കും തന്റെ തൊട്ടടുത്ത വിളയെ നാണത്തള്ള പുറത്തേക്ക് ഇറങ്ങി. ഗിരിയെ, ആ പെണ്ണിനെ നിനക്ക് ഇഷ്ടായില്ല അല്ലേ? തള്ള മുറുക്കി ചുവപ്പിച്ചുണ്ട് അവന്റെ നേരെ ഉറക്ക ചോദിച്ചു. നിങ്ങൾക്ക് വേറെ പണിയില്ല തള്ളയെ? നിങ്ങളാണ് എന്റെ ഭാമയുടെ മനസ്സിൽ ഓരോന്നും പറഞ്ഞ് കുത്തിക്കെറ്റി കൊടുക്കുന്നേ, ഗിരി അരിശത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും ഭാമ അകത്തുനിന്നും 4 ഗ്ലാസ് ചായ ഇട്ട് കൊണ്ടുവന്നു. സേതുവേട്ടനും ഹാജിയാർക്കും ഓരോ കപ്പ് വീതം കൊടുത്തു. പിന്നെ ഒന്ന് രമ്യയ്ക്കും. ഭാമയുടെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ ഇരിക്കുന്ന മനസ്സിലായി അവൾ വേറെ ഏതോ ലോകത്താണെന്ന്. കുറച്ചു നേരം കൂടി അവർ വർത്തമാനം പറഞ്ഞിട്ടാണ് രമ്യയും സേതുവും പോയത്. അപ്പം തന്നെ ഹാജിയരെ കൂട്ടി വണ്ടിയിൽ കയറ്റി. സേതു നാട്ടിലെ ടാക്സി ഡ്രൈവറാണ്. അത്യാവശ്യം ചെറിയ ഓട്ടവും വലിയ ഓട്ടവും എല്ലാം പിടിക്കുന്ന ഒരുത്തൻ. അവന്റെ വണ്ടിയിലാണ് പെണ്ണ് കാണാൻ സ്ഥിരം പോകാറ്. അവർ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഗിരിയും തന്റെ യുഡ്സ് ഓട്ടോയിൽ കയറി. മോളെ, ഈ പടവലങ്ങൊന്ന് ചന്തയിൽ കൊടുത്തിട്ട് വരാം, അതും പറഞ്ഞിട്ട് അവൻ ഗുഡ്സ് എടുത്ത് പുറത്തേക്ക് പോയി. ഭാമയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. ഈ പ്രാവശ്യമെങ്കിലും ഈ വിവാഹം നടക്കുമെന്ന് അവൾ കരുതി. മുറ്റത്തെ തിണ്ണയിൽ ഒറ്റയ്ക്കിരിക്കുന്ന അവളുടെ അടുത്തേക്ക് നാണത്തള്ള വന്നു. നിന്റെ ആങ്ങളെ ഇനി എപ്പ പെണ്ണ് കെട്ടാനാണ്? നേരത്തെ കിട്ടിയെങ്കിൽ നിന്റെ പ്രായത്തിൽ ഒരു മകൾ ഉണ്ടാകുമായിരുന്നു അവന്. പ്രാരാബ്ദം മാറിയിട്ട് കല്യാണം കഴിക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ കിളവനായി പോകും, നാണത്തള്ള ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാണ് നാണിയമ്മേ? ഇത് കൂടി ഏട്ടന് 32ാമത്തെ പെണ്ണ് കാണലാണ്. എല്ലാതും 2ാം കെട്ടായിരുന്നു. ശരിക്കും എന്റെ ഏട്ടന് ഒരു 2ാം കെട്ടുകാരുടെ ആവശ്യമില്ല. ആവേശത്തിന് സൗന്ദര്യവും തണ്ടും തടിയില്ല എന്റെ ഏട്ടന്. ഇതുപോലെ ഏട്ടന് ഇഷ്ടപ്പെട്ടാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഏട്ടന് ഇഷ്ടപ്പെടില്ല. ഇതിന്റെ ഇടയിൽ ഒരുക്കി തീരുന്നത് ഞാനാ. ഭാമ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. നാണിയമ്മയ്ക്ക് അവളോട് സഹതാപം തോന്നി. ചെറുപ്പം മുതലേ കാണുന്നതാണ് ഗിരിയെയും ഭാമയും. ഹാജിയുടെ ചായക്കട്ടിൽ ചായ ഗ്ലാസ് കഴുകിയാണ് അവൻ പണി തുടങ്ങിയത്. അന്നവന് 16 വയസ്സ് തികച്ചുണ്ടോ എന്ന് സംശയം. രാവും പകലും ഏതുമില്ലാതെ അവൻ പണിയെടുത്തു. അന്നത്തെ മന്നാടിയാറായ ദേവരാജൻ ഹാജിയുടെ അടുത്തുനിന്നും ഗിരിയുടെ കഥ കേട്ടറിഞ്ഞു. ധനശീലനായ അയാള് ഒരു തുണ്ട് ഭൂമി കൃഷിക്കായി അവന് നൽകി. മന്നാടിയാരെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ അവൻ കൃഷി ചെയ്തു. അതിൽ നിന്നും കിട്ടിയ ലാഭം കൊണ്ട് അവൻ വീണ്ടും കൃഷിയിലേക്ക് തന്നെ ഇറങ്ങി. ഓരോ പണത്തുണ്ടുകളും സമ്പാദിച്ചു. നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ഒപ്പം കുറച്ച് പശുക്കളെയും അവൻ സമ്പാദിച്ചു. ഇതിന്റെ ഇടയിൽ അവൻ അനിയത്തെ പഠിപ്പിച്ചു. വാടക വീട്ടിൽ നിന്ന് സ്വന്തമായി 3 മുറികളുള്ള ഒരു ഓടിട്ട വീട് വാങ്ങി. പുറമെ കാണുമ്പോൾ ഓടാണെങ്കിലും അകത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ജീവിതം മെച്ചപ്പെടുത്തുന്ന തിരക്കിൽ അവൻ സ്വയം ജീവിക്കാൻ മറന്നുപോയി. ഇന്ന് ഗിരിക്ക് 42 ആയിരിക്കുന്നു. മധ്യവയസ്സിലെത്തിയ ഒരു ആരോഗ്യത്തിരുടെ ഗാത്രനാഥായിരുന്നു ഗിരി. 6 അടി പൊക്കവും കാരിരുമ്പിന്റെ കരുത്തുമുള്ള ഗിരിയെ എല്ലാവർക്കും പേടിയായിരുന്നു. വെറുതെ പോലും നാട്ടിലെ യുവകേസരികൾ ഭാമയെ നോക്കാൻ ഭയപ്പെട്ടു.
ഗിരിയുടെ തണ്ട് കണ്ടാൽ ആരായാലും പേടിക്കും. അതിന് കാരണം വേറെയുണ്ട്. ഗ്രാമത്തിലെ കർഷകരിൽ നിന്നും ഒട്ടും ലാഭം കൊടുക്കാതെ ഉൽപ്പന്നങ്ങൾ വിലയ്ക്ക് വാങ്ങുന്ന രീതി ദേവരാജൻ മന്നാടിയുടെ അനിയനായ രാംരാജിലുണ്ടായിരുന്നു. ദേവരാജൻ മന്നാടിയാർ ഭരിച്ചിരുന്ന കാലത്ത് ന്യായമായ വില ലഭിച്ചിരുന്നത് കൊണ്ട് ഗിരിയും ആ സമ്പ്രദായത്തെ ഫോളോ ചെയ്തിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി ഉണ്ടായ ദേവരാജന്റെ മരണത്തിന് ശേഷം വ്യവസായം നോക്കുന്നത് അനിയനായ രാംരാജാണ്. കർഷകരോട് യാതൊരു വിധതയും അനുകമ്പയും രാംരാജനില്ല. നഷ്ടമായ തുകയ്ക്ക് തന്റെ ഉൽപ്പന്നം വിൽക്കാൻ ഗിരി തയ്യാറില്ലായിരുന്നു. രാംരാജൻ മന്നാടിയുടെ മുഖത്ത് നോക്കി തന്നെ ഈ നഷ്ടം കച്ചവടത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഗിരി പടിയിറങ്ങി. മന്നാടിയാർ കുടുംബത്തെ വെറുപ്പിക്കാൻ മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഗിരിയുടെ ഭാഗത്താണ് ന്യായമെന്ന് അറിയാമെങ്കിലും മറ്റു കർഷകർ കൂടെ ചേരാൻ മടിച്ചു. ഗിരിയോട് രാംരാജന് അസൂയ തോന്നി. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ എതിർത്ത് അവനെ ചെറിയ രീതിയിൽ കൂലിത്തൊഴിലാളികളെ വിളിപ്പിച്ച് തല്ലി ഒതുക്കാനും രാംരാജ് ശ്രമിച്ചു. പക്ഷെ ഇത് വിപുലമായി പോയി. ഗിരിയുടെ ആരോഗ്യത്തിന് മുന്നിൽ ആ മല്ലന്മാർ തോറ്റു എന്ന് തന്നെ പറയാം. ഗ്രാമത്തിൽ നിന്ന് ടൗണിൽ പോയി ഗിരി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ തുടങ്ങി. ഗിരിയെ കണ്ട് അവനോടുള്ള വിശ്വാസത്തിൽ വേറെയും കുറച്ച് കർഷകർ കൂട്ടത്തിൽ ചേർന്നു. ഗിരിയോട് നേരിട്ട് ഒരു ഉടക്കില്ലെങ്കിലും അവസരം കിട്ടിയാൽ കൊത്താൻ എന്ന പോലെ കാത്തിരിക്കുകയാണ് രാംരാജ് മന്നാടിയാർ. ഓരോന്നോർത്തിരിക്കെ നാണിയമ്മയെ അവൾ കുലുക്കി വിളിച്ചു. അമ്മ എന്താ ഓർക്കുന്നത്? ഏട്ടൻ ഇനി ആരെയും വിവാഹം കഴിക്കില്ലേ? ഭാമ വിഷമത്തോടെ ചോദിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവനായിട്ടൊരു പെണ്ണുമുണ്ടാകും. അവൾ ഈ ഭൂമിയിൽ ജനിച്ചു കാണും. സമയമാകുമ്പോ അവന്റെ മുന്നിലേക്ക് എത്തിച്ചേരും. നാണത്തുള്ള ഭാമയുടെ തല തഴുകിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും പ്രണവം എന്ന പേരെഴുതിയ ഗുഡ്സ് വണ്ടി ആ വീട്ടുമുന്നിലേക്ക് വന്നു. അതിൽ നിന്നും മുണ്ടും മടക്കി കുത്തി ഗിരി ഇറങ്ങി. നിങ്ങൾ ഇതുവരെ പോയില്ല തളേ? ഗിരി ഉറക്കെ വിളിച്ച് ചോദിച്ചു. പിന്നെ പ്രായം തികഞ്ഞ് ഈ കൊച്ചിനെ ഇവിടെ ഒറ്റയ്ക്കിടണോ? നിനക്ക് ബോധമില്ലെന്ന് കരുതി? അതുപോലെയാണോ ഈ കിളവയ്ക്ക്? ഞാൻ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിടില്ല. നീ മര്യാദയ്ക്ക് പെണ്ണ് കിട്ടിയെങ്കിൽ ഇവൾക്ക് ഇവളുടെ ഏട്ടത്തിമ ഉണ്ടാകുമായിരുന്നു കൂട്ടിന്. നാണത്തള പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇവൾക്ക് മാരും കൂട്ട് വേണ്ട. അങ്ങനെ ഗിരിയുടെ വീട്ടിലേക്ക് കയറി വരാൻ മാത്രം ധൈര്യമുള്ള ഒരുത്തനും ഈ ഗ്രാമത്തിലില്ല. ഇല്ലേ ഭാമയെ? ഗിരീഷ് സ്നേഹത്തോടെ ചോദിച്ചു. അവൾ ദേഷ്യത്തിൽ മൂടും കുലുക്കി അടുക്കളയിലേക്ക് പോകുന്നത് അവൻ ചിരിച്ചുകൊണ്ട് നോക്കി. തളെ, അനാവശ്യമായിട്ടൊന്നും അവളുടെ തലയിൽ പറഞ്ഞു കൊടുക്കരുത്. ഇല്ലെങ്കിൽ തന്നെ അവളുടെ വിചാരം അവൾ കാരണമാണ് എനിക്ക് കല്യാണം നടക്കാതെന്നാണ്. കേട്ടല്ലോ? ഗിരി ഗൗരവത്തിൽ പറഞ്ഞത് നാണത്തല ദേഷ്യത്തിൽ ചിരികോട്ടി. അവൻ പോക്കറ്റിൽ നിന്നും 250 നോട്ട് എടുത്ത് അവർക്ക് നേരെ നീട്ടി. എന്നാ പിടിച്ചോ. കാർമേഘം പോലെ മൂടിക്കെട്ടിയിരുന്ന മുഖം പെട്ടെന്ന് മഴവില്ല് പോലെ തെളിഞ്ഞു. കറപ്പുരണ്ട പല്ലും മോണയും കാട്ടി അവർ അവനെ നോക്കി ചിരിച്ച് നോട്ട് വാങ്ങി റാക്കയുടെ ഉള്ളിൽ തിരികെ കൂനിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് കയറി. നാണത്തിലെ അവൻ നോക്കി നിന്നു. പണ്ട് ഒരുപാട് ആഹാരം തന്നിട്ടുണ്ട് ആ കിളവി. തന്നെയും തന്റെ അനിയത്തെയും സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ട്. ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചു. മക്കൾ വാർദ്ധക്യത്തിൽ ഉപേക്ഷിച്ചു. വൃദ്ധസദനത്തിലാക്കാൻ പോയപ്പോൾ ഞാനും ഭാമയും ഇടപെട്ടാണ് പുള്ളിക്കാരിയെ ഇവിടെ തന്നെ നിർത്തിയത്. ആ ഒരൊറ്റ മുറി ഓടിട്ട വീടും ഭൂമിയും കൂടി അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക എന്നതായിരുന്നു മക്കളുടെ ലക്ഷ്യം. ഗിരിയെ പേടിച്ച് പിന്നെ അവർ വെറുതെ ഉപദ്രവിക്കാൻ വന്നില്ല. തന്റെ മക്കളെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയ നാണിയമ്മ നാട്ടുകാരെയും മക്കളെയും അറിയിച്ചുകൊണ്ട് തന്നെ താൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ തന്റെ വീടും പുരയിടവും ഗിരിയുടെയും ഭാമയുടെയും പേരിൽ എഴുതിയിട്ടു. ചാവാൻ കിടന്നാലും ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ അത് ഗിരിയോ ഭാമയോ തരികയുള്ളെന്ന് ആ കിളവി നാടുനീളെ മന്ത്രിച്ചു. പാവാണ്. സ്വല്പം കുശുമ്പും മേശനയും ഉണ്ടെങ്കിലും തന്നെയും തന്റെ അനിയത്തെയും സ്നേഹിക്കുന്നുണ്ട് ഗിരി ഓർത്തു. അപ്പോഴേക്കും അടുക്കളിൽ നിന്നും തട്ടുമുട്ടും കേൾക്കുന്നുണ്ട്. ഭാമക്കുട്ടി, ഏട്ടൻ ചൂടുവെള്ളം വെച്ചോ? നടുവേദനിക്കുന്നുണ്ട്. ഇന്ന് നല്ല പണിയെടുത്തു. അടുക്കളയിലേക്ക് വന്നുകൊണ്ട് ഗിരി പറഞ്ഞു. ദേഷ്യത്തിൽ ചൂടുവെള്ളം നിറച്ച ചെമ്പവൾ തിട്ടിയിലേക്ക് വെച്ചു. ചെറുതായി ചൂടുവെള്ളം തുളുമ്പി. പെണേ, എന്നോടുള്ള ദേഷ്യം ചൂടുവെള്ളത്തിൽ കാണിക്കണ്ട, പൊള്ളിപ്പോകും, ഗിരി ദേഷ്യത്തിൽ പറഞ്ഞു. ഏട്ടന് ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിലേ പെണ്ണ് കേട്ടാൻ നോക്ക്. ഞാനെന്നും ഇവിടെ ഉണ്ടാകുമോ? ഏട്ടന് ചോറും കറിയും വെക്കാനും വെള്ളം ചൂടാക്കാനും എല്ലാം, ഭാമ ദേഷ്യത്തിൽ പറഞ്ഞു. നീ പിന്നെ എങ്ങോട്ട് പോകും? ഗിരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ കുറച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു പോകില്ലേ? അപ്പ ഏട്ടൻ ഒറ്റയ്ക്കാവില്ലേ? ഭാമ ചോദിച്ചു. കല്യാണം കഴിക്കാൻ മാത്രം വലുതായോ എന്റെ മോള്? ഗിരി അവളെ ഉണ്ടക്കവളെ പിടിച്ചു ചോദിച്ചു. ഭാമ അവനെ മുറുക്ക് കെട്ടിപ്പിടിച്ചു. മോളെ, അപ്പടി വിയർപ്പാണ് ദേഹത്ത്. ഗിരി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. കുഴപ്പമില്ല, ഈ വിയർപ്പൊക്കെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ, എനിക്ക് വേണ്ടിയല്ലേ ഏട്ടൻ കഷ്ടപ്പെടുന്നത്, എനിക്കറിയാം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു വേള ഗിരിയുടെ കണ്ണുകളും നിറഞ്ഞു. നീ എന്റെ മോളല്ലേടി, നിന്നെ പഠിപ്പിക്കേണ്ടത് ചേട്ടനല്ലേ? ചേട്ടനോ പഠിക്കാൻ പറ്റിയില്ല, നീയെങ്കിലും പഠിച്ച് ജോലി വാങ്ങണം. എന്റെ അനിയത്തി ജോലിക്കാരിയാണെന്ന് എല്ലാവരോടും പറയണം, എന്നിട്ടേ നിന്നെ ഞാൻ കെട്ടിക്കോളൂ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ഉമ്മ വെച്ചു. കുളിച്ചിട്ട് വാ, ഞാൻ അപ്പോഴേക്കും മീൻ പൊരിക്കാം, അവള് പറഞ്ഞു. അപ്പോ കറി വെച്ചില്ലേ നീ? അവൻ ചോദിച്ചു. അത് വൈകിട്ട് തന്നെ വെച്ചു.
പൊരിക്കാനുള്ളത് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. വിശക്കുന്നുണ്ട്. ഇന്നൊരു പാറച്ചോറ് തിന്നാനുള്ള വിശപ്പുണ്ട്. ഗിരീഷ് ഷർട്ട് ഊരിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ എന്ന് ഏട്ടൻ ഒരു സ്പൂൺ ആണല്ലോ കഴിക്കുന്നത്. ഏട്ടൻ ഇപ്പോ ശാപ്പാട് രാമനായി. വയർ നോക്കിക്കേ, എന്തോരം വയറാ. സേതുവേട്ടന്റെ കൂടെയുള്ള ബിയറടി നിർത്തിക്കോ, ഒപ്പം ഈ തീറ്റയും. അവൾ അവന്റെ വയറിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഒന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിന്നെപ്പോലെ പൗഡറിട്ട് മിനിക്ക് ബാഗും തൂക്കി കോളേജിൽ പോയാൽ പോരെ എനിക്ക്. വെയിലത്ത് നിന്ന് പണിയെടുക്കണം. അപ്പോ 2 പറ ചോറ് വേണ്ടി വരും. പിന്നെ ബിയർ അത് സേതു നിർബന്ധിക്കുമ്പോൾ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. ഗിരി പറഞ്ഞിട്ട് അടുക്കള വാതിൽ തുറന്ന് ഇറങ്ങി. അവിടെ അഴിയിൽ ഭാമ കഴുകിട്ട ലുങ്കിയുണ്ട്. അവൻ തോർത്തും ലുങ്കിയും എടുത്ത് പുറത്തെ ബാത്റൂമിൽ കയറി. അപ്പോഴേക്കും ചൂടുമത്തിയുടെ മണം അടുക്കളയിൽ നിറഞ്ഞു. ഇത്തിരി ചോറും മീൻ പാത്രത്തിലാക്കി നാണിയമ്മയ്ക്ക് കൂടി കൊടുത്തിട്ടാണ് അവൾ ഏട്ടൻ്റെ കൂടെ അത്താഴം കഴിക്കാനിരുന്നത്. മുംബൈ നഗരത്തിലെ ആഡംബര കപ്പൽ. തന്റെ കൂട്ടുകാർക്കൊപ്പം മദ്യസേവയിലാണ് അവൻ. ചുറ്റുമുള്ളവരെ നോക്കാതെ അവൻ മൂക്കറ്റം കുടിച്ചുകൊണ്ടിരുന്നു. കാർത്തി, മതി, ഇങ്ങനെ കുടിക്കരുത് പ്ലീസ്. അവന്റെ ഒറ്റ സുഹൃത്ത് രാഹുൽ അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് കപ്പലിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. പുറത്തുള്ള തണുപ്പിൽ ആ റെയിലിങ്ങിൽ പിടിച്ചവൻ കടൽ കാഴ്ചകളെ നോക്കി നിന്നു. അവരെല്ലാവരും നിന്റെ ചെലവിൽ ദൂർത്തടിച്ച് കുടിക്കാനാണ് കാർത്തി ഈ കപ്പൽ ബുക്ക് ചെയ്തത്. അവർക്ക് വേണ്ടി നീ നാശാവരുത്, രാഹുൽ പറഞ്ഞു. അപ്പോഴേക്കും കാർത്തി അവനെ തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം രാഹുൽ അവനെ ഉറ്റുനോക്കി. കടൽക്കാറ്റിൽ അവന്റെ കറുത്ത കോലൻ മുടിയിഴകൾ പറന്നു. കാപ്പി കണ്ണുകൾ ചുവന്നു കിടന്നു. ട്രിം ചെയ്ത് സെറ്റാക്കി താടിയും മീശയും. മുംബൈ സുന്ദരികൾ കൊതിക്കുന്ന പുരുഷ സൗന്ദര്യം. മുംബൈയിലെ ടോപ്പ് 5 ബിസിനസ്മാൻ ഒന്നായ MN ഇൻഡസ്ട്രീസ് CEO ആയ കാർത്തികേയൻ മന്നാടിയാർ. ചേല ഗ്രാമത്തിലെ അടുത്ത ഇളമുറ തമ്പുരാൻ, അല്ലെങ്കിൽ അടുത്ത മന്നാടിയാർ. എന്താ രാഹുൽ, കഴിഞ്ഞോ നിന്റെ ഉപദേശം? അവൻ ചോദിച്ചു. കാർത്തി പ്ലീസ്, നീ ഇതുപോലെ മദ്യപിച്ച് നടക്കുന്നത് കാണുമ്പോൾ മനസ്സ് സഹിക്കുന്നില്ല. അറിയാം ഇന്നത്തെ ദിവസം നിനക്ക് എത്രത്തോളം വിഷമമുണ്ടെന്ന്, രാഹുൽ പറഞ്ഞു. എന്റെ അമ്മ മരിച്ച ദിവസമാണിന്ന് രാഹുൽ. ബിസിനസ് മീറ്റിംഗും ജയിച്ച പാർട്ടി നൽകാൻ വേണ്ടി മാത്രമല്ല ഞാനിന്ന് ഈ ഷിപ്പ് ബുക്ക് ചെയ്തത്. എനിക്ക് കുടിക്കാൻ വേണ്ടിയാണ്. എന്റെ മനസ്സിലെ ഭാരങ്ങൾ ഈ കടലേക്ക് ഒഴുക്കിക്കളയാൻ ഞാൻ അനാഥനായ ദിവസമാണിന്ന്. ഇന്നത്തെ ദിവസം എനിക്ക് ഒരേപോലെ സന്തോഷവും ദുഃഖവും നൽകുന്നു രാഹുൽ. പഴയ ഓർമ്മകൾ എന്നെ വേട്ടയാടുന്നു. അച്ഛന്റെ അവിഹിതത്തിൽ ജനിച്ച ഒരു സഹോദരിയും അച്ഛൻ കാരണം മരണപ്പെട്ട ഒരമ്മയും. ഈ 2 ഓർമ്മകളും എന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും മായില്ല.